എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം. പൊന്നമ്പലമേട്ടിലെ ആ രഹസ്യം. മകരജ്യോതിയും മകരവിളക്കും ഒന്നാണോ? സ്വാമിയേ ശരണമയ്യപ്പ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് ആ ദീപം കൃത്യം 3 തവണ തെളിയുന്നത്? നമുക്ക് നോക്കാം. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മകരജ്യോതിയും മകരവിളക്കും ഒന്നല്ല. സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന വേളയിൽ ആകാശത്തുദിക്കുന്ന ശോഭയുള്ള നക്ഷത്രമാണ് മകരജ്യോതി. എന്നാൽ പൊന്നമ്പലമേട്ടിലെ തറയിൽ കർപ്പൂരം കത്തിച്ച് നടത്തുന്ന ദീപാരാധനയാണ് മകരവിളക്ക്. പണ്ട് മലയരന്മാർ നടത്തിയിരുന്ന ഈ ആരാധന ഇന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി തുടരുന്നു. പണ്ട് ദേവന്മാരും ഋഷിമാരും വാനിൽ നിന്ന് നേരിട്ടെത്തി അയ്യപ്പനെ വണങ്ങിയിരുന്ന സ്ഥലമാണ് പൊന്നമ്പലമേട്. ആ ദിവ്യസ്മരണയിലാണ് ഇന്ന് 3 തവണ ദീപം തെളിയുന്നത്. ഒന്നാമത്തെ ദീപം പ്രപഞ്ചനാഥനായ പരമശിവന് വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ ദീപം വിഷ്ണു സ്വരൂപനായ മോഹിനിക്ക് വേണ്ടിയാണ്. മൂന്നാമത്തെ ദീപം ഹരിഹരപുത്രനായ അയ്യപ്പൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ധർമ്മശാസ്താവായി ലയിച്ചതിൻ്റെ പ്രതീകം. നമ്മുടെ ഉള്ളിലെ 3 ഗുണങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവയെ ഭഗവത് ചൈതന്യത്തെ അർപ്പിക്കുന്ന ആത്മീയ അർത്ഥം കൂടിയാണ് ഇതിനുള്ളത്. പ്രപഞ്ചനാഥന് പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ നൽകുന്ന പ്രണാമമാണ് ഈ കാഴ്ച. ഈ പുണ്യദീപം കാണുന്നവർക്ക് സായുജ്യം ലഭിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.